കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ കൂടിയ ആളുകൾക്ക് മുമ്പിൽ വെച്ച് സത്യാമ്മ എല്ലാവർക്കും മുമ്പിൽ ഒരു ബോംബ് പൊട്ടിക്കുകയാണ്. സത്യാമ്മ പറയണേ, വിഷ്ണുവിൻ്റെ കാർത്തികയുടെ വിവാഹം അടുത്ത ആഴ്ച ആഘോഷപരമായിട്ട് ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ച് നടക്കാൻ പോകുക. അതിലേക്ക് നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ക്ഷണിക്കുവാണ്. അങ്ങനെ ഭാമയുടെ ഈ ഒരു പറച്ചിൽ കേൾക്കുമ്പോഴേക്കും ശാലിനിയാണെങ്കിൽ ആകെ അങ്ങ് തകർന്നു പോകുവാണ്. വിഷ്ണു, കാർത്തികൻ എല്ലാവരും അങ്ങ് ഷോക്കാകുവാണ് കേട്ടോ. രാഘവനൊന്നും ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഭാമ പറയണേ, വിഷ്ണു ആരെ അറിയിക്കാതെയാ കാർത്തിക്ക് താലികെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ അങ്ങനെ പോരല്ലോ, ഇവളിപ്പോൾ സത്യഭാമയുടെ മരുമകളല്ലേ. അപ്പോൾ 4 ആളെ അറിയിച്ച് കല്യാണം ആഘോഷമായിട്ട് തന്നെ നടത്തണ്ടേ. അതുകൊണ്ട് എല്ലാവരും അടുത്ത ആഴ്ചത്തെ കല്യാണത്തിലേക്ക് ഞാനിപ്പോൾ തന്നെ ക്ഷണിച്ചിരിക്കുവാണ്. ഈ സമയം ശാലിനിക്കാണെങ്കിൽ സങ്കടം സഹിക്കാനാവാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. അങ്ങനെ സത്യയെ കാറിലേക്ക് കയറ്റുവാണ്ടോ ശാലിനി അങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഭാമ ശാലിനിയെ വിളിക്കുവാണ്. അതെ, ഒന്ന് നിന്നേ, ഞാൻ പറഞ്ഞത് നീ കേട്ടതല്ലേ? അടുത്ത ആഴ്ച വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും കല്യാണത്തിന് നീയും വരണം. നിന്നെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചിരിക്കുക. ഭാമയുടെ ആ വാക്കുകളൊക്കെ കേട്ട് ശാലിനി സങ്കടത്തോടെ നിൽക്കുവാണ്. ഭാമ അങ്ങനെ അകത്തേക്ക് പോകുക. ഈ സമയം വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് ഓടി വരിക. എന്നിട്ട് ശാലിനിയുടെ കൈ കയറി പിടിക്കണേ, ശാലിനി ഇത്രയൊക്കെ ആയിട്ടും തനിക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാറായില്ലേ? സത്യയുടെ കാര്യം തനിക്ക് തുറന്നു പറഞ്ഞുകൂടെ ഇനിയെങ്കിലും? അന്നേരം ശാലിനി വിഷ്ണുവിനോട് പറയണേ, ഞാൻ പറഞ്ഞതാണ് സത്യയുടെ കാര്യം. സത്യ ഈ വീട്ടിലെ കുട്ടി തന്നെയാ, സത്യമ്മയുടെ അതേ ചോര. അങ്ങനെ പറഞ്ഞ് ശാലിനി കണ്ണും തുടച്ച് കാറി കയറി അവിടെ നിന്ന് പോകുവാണ് കേട്ടോ. ഈ സമയം വിഷ്ണു ആണെങ്കിൽ സങ്കടത്തോടെ അവിടെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് കാറിൽ വെച്ച് സത്യമ്മ പറഞ്ഞ ആ കാര്യം ഓർത്ത് സങ്കടത്തോടെ ഇരിക്കുന്ന ശാലിനിയാണ് കേട്ടോ. ഈ സമയം സത്യക്കാണെങ്കിൽ ആ ചെറി കഴിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ മരുന്ന് ഏറ്റു തുടങ്ങി. സത്യക്ക് വല്ലാത്ത ക്ഷീണവും തകർച്ചയൊക്കെ വരുക. സത്യ ശാലിനിയോട് പറയണേ, അമ്മേ ഉറക്കം വരുന്നമ്മേ. അങ്ങനെ പറഞ്ഞ് ശാലിനിയുടെ മടിയിൽ തന്നെ സത്യ കിടന്നുറങ്ങിപ്പോകുവാണ്. ഇതേ സമയം വിഷ്ണു എന്തോ ഒരു വാർത്ത അറിഞ്ഞ് ഞെട്ടി ടെൻഷനോട് കൂടി ബൈക്കും എടുത്ത് അവിടെ നിന്നും പോകുന്ന ഒരു സീനും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്